ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മെഡിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നീറ്റ് എന്ന് പറയുന്ന ആ ഒരു നാലക്ഷരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വളരെ വളരെ ചെറുപ്പം തൊട്ടേ ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ നിലക്ക് സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് നീറ്റ് എഴുതുക, അതുപോലെ തന്നെ അതിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ എനിവേ വളരെ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ചെറിയ ക്ലാസ് തൊട്ടേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി നല്ല രൂപത്തിൽ പ്രയത്നിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ചും നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നു, ഒരുപാട് സ്കാമും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആരോപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ഒക്കെ നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഏറെ ആളുകൾ ഒരുപാട് പണിയെടുത്ത്, കാരണം പല ആളുകൾ ഇപ്പോൾ നമ്മൾ നോർത്തിലുള്ള അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായം തൊട്ട് 4ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനും തൊട്ട് തന്നെ നീറ്റിന് വേണ്ടതായ രൂപത്തിലുള്ള പ്രത്യേകമായ പരിശീലനം നേടിയെടുത്തുകൊണ്ട് അങ്ങനെ വർഷങ്ങൾ 5ഉം 6ഉം 7ഉം ഒക്കെ വർഷങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടാണ് പല ആളുകളും നീറ്റ് എഴുതാൻ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഈവൻ +2 കഴിഞ്ഞിട്ട് കിട്ടാത്ത ആളുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെയാണ് അത് കൂടുതൽ. അത് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1ഉം 2ഉം 3ഉം ഒക്കെ വർഷം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ വർഷങ്ങളോളം പല ആളുകളുടെയും കഠിനാധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ നീറ്റ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അവിടെ പോയിട്ട് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ ഉടായ്പ് കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് തടയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും നീറ്റിൻ്റെ ചില ചേഞ്ചസിനെ കുറിച്ചുള്ള പ്രപ്പോസൽസ്, അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ നമ്മൾ കണ്ടുപരിചയിച്ച നീറ്റ് ആയിരിക്കുമോ ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം മുതൽ എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കാം നീറ്റിൽ വരാൻ പോകുന്ന ചേഞ്ചസ്? ഓക്കെ, ഒന്നാമത്തത് ഓൺലൈൻ ടെസ്റ്റിംഗ് ആൻഡ് ഹൈബ്രിഡ് മോഡൽസ്. അതായത് ഓൺലൈൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ ഒരു അക്ഷയ സെൻറ്ററിൽ പോയി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സാം സെൻറ്ററിൽ പോയി എഴുതുന്ന എക്സാം എന്നുള്ളതല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഹൈബ്രിഡ് അപ്രോച്ച് ആൻഡ് പേപ്പർ ആർ സെൻഡ് ഡിജിറ്റലി ടു സെൻറ്റേഴ്സ്. അതായത് പേപ്പേഴ്സ് സെൻറ്റേഴ്സിലേക്ക് ഡിജിറ്റലി അയക്കപ്പെടും, ബട്ട് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ദെയർ ആൻസേഴ്സ് ഓൺ പേപ്പർ. അതായത് ഓരോ സെൻറ്റേഴ്സിലേക്ക് കുട്ടികൾ പോകും, എന്നിട്ട് ആ എക്സാമിൻ്റെ സമയത്ത് ഡിജിറ്റലി ആ എക്സാം സെൻറ്റേഴ്സിലേക്ക് പേപ്പേഴ്സ് അയക്കും. എന്നിട്ട് അവിടുന്ന് പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, പിന്നെ പേപ്പേഴ്സിൽ കുട്ടികൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. ആ രൂപത്തിലുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് പിന്നെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓൺലൈൻ എക്സാംസ് വേറെ പോസിബിൾ ആയ സ്ഥലത്ത് ഓൺലൈൻ എക്സാം എന്നുള്ളൊരു പ്രപ്പോസലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹൈബ്രിഡ് മോഡലിലേക്ക് പോകാനാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രപ്പോസലാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ ഇങ്ങനെ ഡിജിറ്റലി പിന്നെ പേപ്പേഴ്സ് ആ സമയത്ത് അയക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ ലീക്കേജിനുള്ള സാധ്യതകളൊക്കെ കുറയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും. മൾട്ടി സ്റ്റേജ് എക്സാം ഫോർ മെഡിക്കൽ ആസ്പിറൻസ്, അതായത് നീറ്റിൻ്റെ ഒരു മൾട്ടി സ്റ്റേജ് എക്സാംസ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ജെഇക്ക് അത്തരത്തിലുള്ളൊരു മോഡൽ ഉണ്ട് അല്ലേ. ജെഇക്ക് 2 സ്റ്റേജസ് ആയിട്ടാണ്, ജെഇ മെയിൻ, അഡ്വാൻസ് എന്ന രൂപത്തിൽ മൾട്ടി സ്റ്റേജ് ആയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ളൊരു പാറ്റേണിലേക്ക് നീറ്റും മാറാനുള്ള സാധ്യത ഒരുപക്ഷെ നമ്മൾ മുന്നിൽ കാണും. ഈ വർഷം തന്നെ ഇതെല്ലാം പോസിബിൾ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതെല്ലാം ഈ വർഷം തന്നെ നടപ്പിലാകുമോ എന്ന് നമുക്കറിയില്ല. ബട്ട് അങ്ങനെയുള്ള പ്രപ്പോസൽസ് എന്തുണ്ട്, നമുക്ക് ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള രൂപത്തിൽ നമ്മളത് പ്രതീക്ഷിക്കണം എന്നർത്ഥം. റെഡ്യൂസിങ് പേപ്പർ ലീക്ക് റിസ്ക് അല്ലെ, പേപ്പർ ലീക്കിൻ്റെ റിസ്ക് അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് അല്ലേ. നേരത്തെ പ്രിൻ്റ് ചെയ്ത് അയക്കപ്പെടുമ്പോഴൊക്കെയാണ് ഇതിനുള്ള ലീക്ക് ആവാനുള്ള പരമാവധി ചാൻസ് എന്ന് പറയുന്നത്, അത് പരമാവധി കുറക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ പ്രൈവറ്റ് സെൻറ്റേഴ്സിൽ എക്സാംസ് നടത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഈ ലീക്ക് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈവറ്റ് സെൻറ്റേഴ്സിനു ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് പരമാവധി കുറക്കുക എന്നുള്ളത് പ്രത്യേകം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുവഴി ഒരു പരിധിവരെയൊക്കെ പേപ്പർ ലീക്ക് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പക്ഷേ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വർഷമൊന്നും പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഈ വർഷമോ അടുത്ത വർഷമോ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലൊരു എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്നാലും പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെസ്ട്രിക്റ്റഡ് അറ്റംപ്റ്റ് ഫോർ നീറ്റിന് അറ്റംപ്റ്റ്സിൻ്റെ എണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും വർഷങ്ങളോളം ഇതിനു വേണ്ടി ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട്, ശരിയാണ് നീറ്റ് അല്ലെങ്കിൽ ഡോക്ടർ ആവുക, മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് പല ആളുകളുടെയും ഡ്രീം തന്നെയാണ്. പക്ഷേ
ഒന്നും രണ്ടും തവണ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 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 വർഷങ്ങളോളം അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. കാരണം നീറ്റിൻ്റെ അറ്റംപ്റ്റ്സിൽ അത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, ഏജ് ലിമിറ്റും പിന്നെ ഈ അറ്റംപ്റ്റ്സിൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് തടയുക എന്നുള്ള അർത്ഥത്തിലും, അതേപോലെ തന്നെ അത് തടയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ അറ്റംപ്റ്റ്സിലുള്ള കുട്ടികൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് ഈ പറഞ്ഞ അറ്റംപ്റ്റ്സിൻ്റെ എണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫെയർ എക്സാം പ്രോസസ്സ് അതുവഴി ഉണ്ടാകും. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് പ്രിപ്പയർ തറോലി, നമുക്ക് നന്നായി തറോ ചെയ്ത് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ, ഈ ഒരു അറ്റംപ്റ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യണം എന്ന രൂപത്തിലാകുമ്പോൾ അതിന് ആ നിലക്കുള്ളൊരു അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അപ്പോൾ ഈ രൂപത്തിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ചേഞ്ചസ് എല്ലാം നീറ്റ് 2025 അപ്ലിക്കബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഇതിൽ ചിലതൊക്കെ ഉണ്ടായേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ചില പ്രപ്പോസലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. അപ്പോൾ അതിൽ എന്തൊക്കെ നടപ്പിൽ വരും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം, ഇത് കൂടാതെ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും ഒറ്റ കാര്യം നമ്മൾ കൃത്യമായി എല്ലാവരും ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, നീറ്റ് എന്ന് പറയുന്നത് മറ്റേത് എക്സാം പോലെയുമോ അല്ല, മറിച്ച് ഒരുപാട് ആളുകളുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വപ്നമാണ് യഥാർത്ഥത്തിൽ നീറ്റിലൂടെ. ആ എക്സാം ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ പിന്നിൽ അത്രയും വലിയ അധ്വാനവും അത്രയും വലിയ വിയർപ്പും അതിന് പിന്നിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്ത് തരത്തിലുള്ള മാൽ പ്രാക്ടീസസിനെയും തടയാൻ നമ്മൾ മെഷേഴ്സ് എടുക്കേണ്ടത്. ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ട മെഷേഴ്സ് അതിന് പര്യാപ്തമല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് വില കൊടുത്തുകൊണ്ടും ഈ രൂപത്തിൽ കുട്ടികളുടെ അധ്വാനത്തെയും അവരുടെ വിയർപ്പിനെയും വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥ ഇനിയും ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ വർഷം നമ്മളതിൻ്റെ പേരിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഉറപ്പ് അധികാരികളുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇതിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നടപ്പിൽ വരട്ടെ, കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ചേഞ്ചസ് ഇല്ലാതാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ രൂപത്തിൽ തന്നെ സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ പങ്കുവെക്കുക. ഓക്കെ, താങ്ക് യു.